ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രനും ഹർഷയും രവിയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ ഹർഷ ഇന്ദ്രനോട് പറയാണ്, മഞ്ചാടിയുടെ കാര്യമൊക്കെ നേരത്തെ തന്നെ സുശീൽ ആൻറ്റി അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആയുധമായി കരുതിയിട്ട് തന്നെയാണ് മാഷിനെ കാണാൻ വേണ്ടി പഞ്ചരത്നത്തിലേക്ക് ആൻറ്റി പോയിട്ടുള്ളത്. ഷോപ്പിന്റെ കാര്യത്തിൽ മാഷ് വല്ല വിസമ്മതവും കാണിക്കുകയാണെങ്കിൽ അതെടുത്ത് പ്രയോഗിക്കണം എന്ന് കരുതിയിട്ടാണ് ആൻറ്റി അതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി പോയത് എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഇന്ദ്രനും രവിക്കും ഒരു വെപ്രാളം വരികയാണ്. എന്നിട്ട് ഇന്ദ്രൻ ആകാംക്ഷ കൂടി ഹർഷയോട് ചോദിക്കുകയാണ്, എന്നിട്ട് എങ്ങാനോ അമ്മ അവിടെ പോയിട്ട് വിളിച്ചിരുന്നോ ഹർഷയെ എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചിരുന്നു. ഷോപ്പിന്റെ കാര്യത്തിൽ ആന്റി മാഷിന്റെ കാല് വരെ പിടിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ മാഷ് ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുത്തില്ല. പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയേണ്ടല്ലോ. അതോടുകൂടി ആന്റി പിന്നെ ആ ബോംബ് പഞ്ചരത്നത്തിൽ പൊട്ടിച്ചിട്ട് തന്നെയാണ് പോന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ അതൊരു വിഷമാവാൻ കേട്ടോ. എന്നിട്ട് ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, എന്തൊരു കഷ്ടമാണ്, അമ്മ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും നന്നാവുന്നില്ലല്ലോ, അമ്മയെ എങ്ങനെയാണ് നിലക്ക് നിർത്തുക എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇന്ദ്രൻ അത് കേൾക്കുന്നത്. പിന്നീട് അനുപമ ദയോട് പറയാണ്, ഇന്ദ്രേട്ടൻ ഇവിടെ വന്ന് മഞ്ചാടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഇത് ഉദ്ദേശിച്ചതാണ്. എന്തൊരു ദ്രോഹമാണ് ഇന്ദ്രേട്ടനും ഇന്ദ്രേട്ടന്റെ അമ്മയും കൂടി നമ്മളോടൊക്കെ ചെയ്യുന്നത്. ഭാനുമ പറയണ അനുപമയോട്, ഇങ്ങനെയൊന്നും ഇന്ദ്രൻ ഒരിക്കലും ചെയ്യില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. സുശീല പഞ്ചരത്നത്തിലേക്ക് പോയതിൽ ഇന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ദയ പറയാൻ പറ്റില്ല ഭാനുമ്മേ, ഇവിടേക്ക് ഇന്ദ്രേട്ടൻ വന്നപ്പോൾ അനുചേച്ചി വല്ലാതെ മോശമായി അപമാനിച്ചല്ലേ വിട്ടത്. അപ്പോൾ അതിന്റെ പക തീർക്കാൻ വേണ്ടി അമ്മയെ പറഞ്ഞു വിട്ടതാവും. നമ്മൾ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രേട്ടനോട് അനുചേച്ചി അങ്ങനെ പറയാനും പ്രവർത്തിക്കാനും പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? മഞ്ചാടിയെ തെരയാൻ വേണ്ടി ഇന്ദ്രേട്ടനെയും കൂട്ടി പോവണമായിരുന്നു. എന്നെയും എന്റെ മോനെയും ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നോക്കിയ മനുഷ്യനാണ്. ഒരു കാലത്തും അങ്ങേരുടെയും അങ്ങേരുടെ അമ്മയുടെയും സഹായമില്ലാതെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മഞ്ചാടിയെ ബാക്കിയുള്ളവരൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരെക്കാളും കൂടുതലൊന്നും ഒരിക്കലും ഇന്ദ്രേട്ടന് ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണോ അതല്ലേ ഇപ്പോൾ ചെയ്തത് എന്ന് പറയുമ്പോൾ ഭാനുമ പറയണേ, അത് കഴിഞ്ഞില്ലേ, സുശീല അവളുടെ സ്വഭാവം എവിടെ പോയാലും കാണിക്കാതിരിക്കില്ല. നിങ്ങൾ എല്ലാവരും കൂടി അച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ദയ പറയണേ, സുശീലാന്റെ ഇക്കാര്യം ഏറ്റെടുത്തത് കൊണ്ട് അച്ഛനോട് എങ്ങനെ പറയും എന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ, അതോടുകൂടി കഴിഞ്ഞില്ലേ എന്നും പറഞ്ഞ് ദയ ദേഷ്യത്തിൽ അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഭാനുമയോട് പറഞ്ഞ്, കണ്ടില്ലേ അവൾ പറയുന്നത്, അവൾ ഞാൻ എന്തോ ചെയ്തു എന്നുള്ള ഭാവത്തിലല്ലേ അവൾ പറയുന്നത്. എന്നെ വേണ്ട എന്ന് വെച്ചവരെ എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ തിരിച്ചു വിളിക്കുന്നത് ശരിയാണോ ഭാനുമേ എന്ന് ചോദിക്കുമ്പോൾ ഭാനുമ പറയണേ, അത് ശരിയല്ല. പക്ഷേ മോളെ, എനിക്ക് പറയാനുള്ളത്, നിന്റെ അച്ഛനോട് സുശീല പോയി പറഞ്ഞ കാര്യത്തിൽ ഇന്ദ്രന് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അങ്ങനെ ഒരു സ്വഭാവമുള്ളവനല്ല. എനിക്ക് ഇന്ദ്രനെ കുറിച്ച് നന്നായിട്ട് അറിയാമെന്ന് പറയുമ്പോൾ അനു പറയണേ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ അച്ഛനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അച്ഛൻ എന്നോട് വന്ന് ചോദിക്കും, മഞ്ചാടിയെ നീ ശ്രദ്ധിച്ചില്ലല്ലോ, നിന്റെ അനിയത്തിയെ നീ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരമാണ് അച്ഛന് കൊടുക്കുക? ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഭാനുമ പറയണ, മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് അച്ഛനെ ആശ്വസിപ്പിക്കാൻ എല്ലാവരും കൂടി ചേർന്ന് കഴിയും. എനിക്ക് തോന്നുന്നത് മാഷിന് നല്ലൊരു തീരുമാനം തന്നെ മഞ്ചാടിയുടെ കാര്യത്തിൽ എടുക്കാൻ കഴിയുമെന്നാണ്. കാരണം മാഷ് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ആളല്ലേ, അതുകൊണ്ട് മാഷിന് മഞ്ചാടിയുടെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയും. മോൾ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്ന് പറഞ്ഞ് അനുപമയെ പറഞ്ഞയക്കാൻ കേട്ടോ. പിന്നീട് അബി ശബരിയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, മഞ്ചാടിയും ജീവൻ രാജും കൂടി ഇന്ന് അവന്റെ വീട്ടിലേക്ക് വരുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. സിഫ് രാജൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. ശബരിയേട്ടൻ ഒന്ന് അന്വേഷിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് അബി ഫോൺ വെക്കാൻ കേട്ടോ. പിന്നീട് ശബരി നേരെ ചെല്ലുന്നത് വിനയനോട് ഇക്കാര്യം പറയാനാണ്. വിനയനും ദാസാറും കൂടി സംസാരിച്ച് ഇതിനൊരു തീരുമാനമെടുന്ന് കരുതിയിട്ട് ശബരി അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. ഈ സമയം അനുപമ മാഷിനെയൊക്കെ കാത്തു നിൽക്കാണ്. അപ്പോൾ രഘുവും അമ്പിളിയും മാഷും കൂടി അവിടേക്ക് കാറിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ മാഷിനോട് അച്ഛ എന്ന് പറഞ്ഞ് അനുപമ ഇടത്തേക്ക് ചെല്ലുമ്പോൾ മാഷ് നല്ല ദേഷ്യത്തിലാണ്. എന്നിട്ട് അകത്ത് കയറിയിരുന്ന ശേഷം അച്ഛന് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ തൊണ്ടയിൽ നിന്നും പച്ചവെള്ളം ഇറങ്ങില്ല. എൻ്റെ മകളെ കാണാത്തതിൻ്റെ ടെൻഷനിലാണ് ഞാനിപ്പോൾ. നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും എൻ്റെ മകളുടെ കാര്യത്തിൽ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇവിടെ ഇങ്ങനൊരു വീട് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത മഞ്ചാടി മോളുടെ കോളേജ് പഠനത്തിനെ കുറിച്ചായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ നിന്നും പഠിക്കാതെ അവളുടെ ചേച്ചിയോടൊപ്പം ഈ വീട്ടിൽ നിന്ന് പഠിക്കാമെന്ന് ഞാൻ കരുതി. അതെല്ലാം എനിക്ക് വെറുതെ ആയിപ്പോയി. നിങ്ങളെ എല്ലാവരെയും മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ തന്നെയായിരുന്നു നോക്കിയത്. എന്നിട്ട് മഞ്ചാടി കൈവിട്ടു പോയിട്ടും നിങ്ങൾ ആരും എന്നെ അറിയിച്ചില്ലല്ലോ, എന്നെ ഒന്ന് അറിയിക്കാൻ തോന്നിയില്ലല്ലോ അനു എന്ന് പറഞ്ഞ് മാഷ് അനുപമയെ കുറ്റപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ദയ പറയാണ്, വെറുതെ ചേച്ചിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അച്ഛാ, ഇതിപ്പോ ചേച്ചിയുടെ കുഴപ്പമില്ലല്ലോ, ഇതെല്ലാം മഞ്ചാടിയുടെ കയ്യിലിരിപ്പിന്റെ പ്രശ്നമാണ്. കേട്ടപ്പോൾ മാഷിന് ദേഷ്യം പിടിച്ചിട്ട് ദയോട് പറയണേ, നിനക്ക് മഞ്ചാടിയേക്കാളും 3 വയസ്സാണ്
കൂടുതലുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ മഞ്ചാടിയെ നോക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും നിന്നെ ഞാൻ ഒഴിവാക്കിയതാണ്. ബാക്കിയുള്ള എല്ലാവർക്കും സഹോദരങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. നിനക്ക് തന്നെ അങ്ങനെ ഒരു തെറ്റു പറ്റിയ സമയത്ത് ഞാൻ പോലും അറിയാതെ ഇവരൊക്കെ തന്നെയല്ലേ അത് പരിഹരിച്ചത്. എന്റെ മഞ്ചാടി മോളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അനു എന്ന് ചോദിക്കുമ്പോൾ അനു കാര്യം പറയാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും അച്ഛനോട് ഇക്കാര്യം പറയാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ അച്ഛനോട് കാര്യം പറഞ്ഞ ശേഷം പോലീസിൽ പരാതി കൊടുക്കാമെന്നാണ് ഞങ്ങൾ ദാസങ്ങളടക്കം എല്ലാവരും കൂടി തീരുമാനിച്ചത്. അപ്പോൾ മാഷ് പറയാണ് പോലീസിൽ പരാതിപ്പെടാം, പക്ഷേ പോലീസ് അത് എങ്ങനെ എടുക്കുമെന്നാണ്. കാരണം പ്രായപൂർത്തിയായ ഒരു മകൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ. ഇപ്പോൾ രഘു പറയാണ് അതിന് അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങിപ്പോയത് എന്നൊന്നും അമ്മാവൻ അറിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തായാലും പരാതി കൊടുക്കാമെന്ന് പറയട്ടോ. അപ്പോൾ അമ്പിളി പറയണ അച്ഛാ, പോലീസിൽ പരാതി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ജീവൻ രാജ് നമ്മുടെ മഞ്ചാടിയോട് മോശമായി പ്രതികരിച്ചതെല്ലാം ഇപ്പോൾ പോലീസിൽ അറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ കൂടെ തന്നെയാണ് പോലീസ് നിൽക്കത്തുള്ളൂ. നമ്മുടെ ഔദാര്യത്തിലാണ് അവനെ ആ കേസിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് പറയുമ്പോൾ മാഷ് പറയണം അത് ശരിയാണ്. പോലീസിൽ നമ്മൾ പരാതി കൊടുത്താൽ അവനെതിരെ നല്ല ശിക്ഷ തന്നെ അവർ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ അത് ശരിയല്ലല്ലോ അമ്പിളി. അവനെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ഒരു പരാതി കൊടുത്താൽ അത് സത്യത്തിന് നിരക്കാത്ത കാര്യമാവില്ലേ. അനുപമ പറയാൻ അത് അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ മഞ്ചാടി മോള് അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. പക്ഷേ അവനൊരു മൈനസ് മാർക്കുണ്ട്. അവൻ നമ്മുടെ മഞ്ചാടി മോളെ ട്രാപ്പിലാക്കാൻ നോക്കിയവനാണ്. തൽക്കാലം ഇപ്പോൾ പോലീസ് അവരെ കണ്ടെത്തി നമ്മുടെ മുന്നിൽ കൊണ്ടുവരട്ടെ, ബാക്കിയെല്ലാം അതിൻ്റെ ശേഷം തീരുമാനിക്കാം എന്നും പറഞ്ഞ് രഘുവും മാഷും അനുവും കൂടി സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയം വിനയനും ദാസാറും ശബരിയും കൂടി മഞ്ചാടിയെയും ജീവൻ രാജിനെയും കൈയോടെ പൊക്കാൻ വേണ്ടി ജീവൻ രാജിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ജീവൻ രാജിൻ്റെ വീട്ടിലേക്ക് അവരെത്തുന്നതിൻ്റെ മുന്നേ നമുക്ക് അവിടെ എത്തി അവൻ്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പോഴത്തേക്കും മാഷും അനുവും രഘുവും കൂടിയിട്ട് അവിടെ എത്തി പരാതി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട്. എന്നിട്ട് പോലീസ് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയ ശേഷം പറയണം മാഷ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മാഷിൻ്റെ മുന്നിലേക്ക് മഞ്ചാടിയുമായി ഞങ്ങൾ വന്നിരിക്കും എന്നും പറഞ്ഞ് അവരെ പറഞ്ഞയക്കണം. പിന്നീട് ഇന്ദ്രൻ സുശീലയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. എന്തിനാണ് മാഷിൻ്റെ വീട്ടിൽ പോയി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? അവരെല്ലാവരും അച്ഛനെ ഒന്നും അറിയിക്കാതെ കൊണ്ടു നടക്കുമായിരുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും മഞ്ചാടിയുടെ കാര്യം പരിഹരിക്കണമെന്നാണ് അവരൊക്കെ കരുതിയിട്ടുണ്ടാവുക. എന്തിനാണ് ഇത് അച്ഛനോട് പറയാൻ വേണ്ടി പോയത് എന്ന് പറയുമ്പോൾ ഞാനതിന് ചില ബോംബുകളൊക്കെ മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കുന്നത് അത്യാവശ്യ സമയത്ത് പൊട്ടിക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ അയാളുടെ കാല് പിടിച്ച് കെഞ്ചി കൊണ്ട് പറഞ്ഞതാണ് ആ ഷോപ്പ് നമുക്ക് വിട്ടുതരാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാൾ അതിനെ കൂട്ടാക്കിയില്ല. പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാവും? അപ്പോൾ പിന്നെ ഞാനുള്ള സത്യം അങ്ങ് പറഞ്ഞു. കിഴങ്ങ മാഷിനും അയാളുടെ മോൾ അനുപമയ്ക്കും തലയ്ക്ക് അഹങ്കാരം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അയാളുടെ മുന്നിൽ ഞാൻ തോറ്റു തുന്നം പാടി പോരണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അതിന് ഈ സുശീലയെ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ തലക്കിട്ട് ഒരു കൊട്ട് ഞാൻ കൊടുത്തത്. അല്ല അമ്മേ, ഞാൻ മഞ്ചാടിയുടെ കാര്യം അറിഞ്ഞപ്പോൾ അനുവിനെ പോയി കണ്ടിരുന്നു. എന്തിനു ഞാൻ അവളെ കാണാൻ വേണ്ടി പോയി? അതല്ല, ഞാൻ അവിടെ പോയത് മഞ്ചാടിയുടെ കാര്യം സംസാരിക്കാമെന്നും കരുതി, വിച്ചുമോനെ കാണാമെന്നും കരുതി അങ്ങനെ പോയതാണ്. നീ ഇപ്പോൾ വന്ന് അവളുടെ അടിമയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി മേലിൽ നീ അവിടേക്ക് പോവരുത്. ഇനി നീ അവിടേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ സുശീല ഇന്ദ്രനെ ഒന്ന് നോക്കിയിട്ട് റൂമിൽ നിന്ന് പുറത്തു പോവാട്ടോ. അടുത്ത എപ്പിസോഡിൽ സുശീലയെ കാണാൻ വേണ്ടിയിട്ട് സുധൻ വരികയാണ് കേട്ടോ. എന്നിട്ട് സുധൻ സുശീലയോട് ആദ്യമൊക്കെ നയത്തിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും സുശീല യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാണ്. സ്വന്തം മകളെ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്? ഒരു വള മോഷ്ടിച്ചിട്ട് അവൾ ഞങ്ങളുടെ പേരിൽ ഇടാൻ വേണ്ടി നോക്കി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴത്തേക്കും സുധൻ കാര്യം അങ്ങ് പറയട്ടോ. സുശീലയെ വല്ലാതെ പറയണ്ട, അതാണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സുധൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിന്റെ മനസ്സിലിരിപ്പൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. നീ സച്ചി സാറിന്റെ മകൾക്ക് വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് എൻ്റെ മകളെ വേദനിപ്പിച്ചോണ്ടാവരുത്. അത് മാത്രമാണ് സുശീല എനിക്ക് നിന്നോട് പറയാനുള്ളത്. വല്ലതും നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നീ ഓർത്തു വെച്ചോ. എങ്ങനെയാണ് എൻ്റെ മോളുടെ വള കാണാതായത് എന്നുള്ളത് എനിക്കും നന്നായിട്ട് തന്നെ അറിയാം. അപ്പൊ പിന്നെ എല്ലാവരെയും അറിയിക്കണോ വേണ്ടോ എന്നുള്ളത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയിട്ടാണ് കേട്ടോ സുശീലയോട് സംസാരിച്ചിട്ട് പോകുന്നത്. അത് കേട്ടപ്പോൾ സുശീലയ്ക്ക് പിന്നെ ഉത്തരം മുട്ടി പോവാണ്. അങ്ങനെ സുശീല സുധൻ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് സുധൻ പോയി കഴിഞ്ഞ ശേഷം സുശീല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെങ്ങാനും എൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ മക്കൾ എല്ലാവരും എന്നെ വെറുക്കും. എൻ്റെ ഇന്ദ്രനടക്കം എന്നെ കള്ളിയാണെന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചു പോവും. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സുധനെ പിണക്കാതിരിക്കുന്നതാണ് നല്ലത് ഒക്കെ സുശീല മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. പിന്നെ സാറും അനുപമയും ശബരിയും വിനയനും കൂടി ജീവൻ രാജിൻ്റെ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ അവരെത്തുന്നതിൻ്റെ മുന്നേ തന്നെ ജീവൻ രാജും മഞ്ചാടിയും അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ജീവൻ രാജ് റൂമിലിരിക്കുന്ന സമയത്താണ് ശബരിയും വിനയനും കൂടി ജീവരാജിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് ജീവൻ രാജ് ഒച്ചയെടുത്ത്
സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും വിനയൻ ജീവൻ രാജിൻ്റെ വായങ്ങ് പൊത്തിപ്പിടിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ശബരി ഒരു തോർത്തെടുക്കുകയാണ്. എന്നിട്ട് ജീവരാജിൻ്റെ വായയിൽ അങ്ങ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് ജീവൻ രാജിന് ഒന്നും അനങ്ങാൻ പോലും കഴിയാത്ത പരുവമാക്കുക കേട്ടോ. എന്നിട്ട് വിനയനും ശബരിയും പറയാണ്, മഞ്ചാടിയെ ഞങ്ങൾ കൊണ്ടുപോവാണ്, മഞ്ചാടിയെ ഇനി നീ മേലിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ്ട്. അപ്പോഴത്തേക്കും ജീവൻ രാജിൻ്റെ അമ്മയോടും അച്ഛനോടും ദാസാറും അനുപമയും കൂടി സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ദാസാറും അനുപമയും പറഞ്ഞ പ്രകാരം തന്നെ മഞ്ചാടിയുടെ അടുത്തേക്ക് ജീവൻ രാജിൻ്റെ അച്ഛനും അമ്മയും ചെന്നിട്ട് പറയാണ്, മോളെ മഞ്ചാടി, നീയും ജീവൻ രാജൻ ഒന്നിക്കുന്നതിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. പക്ഷേ നിങ്ങളുടെ പ്രായം ഇപ്പോൾ അത് നിങ്ങൾ പഠിക്കേണ്ട പ്രായമാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം പഠിപ്പിൽ ശ്രദ്ധിക്കണം. എന്നിട്ട് മോൾ ഇപ്പോൾ മോളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറയുമ്പോൾ മഞ്ചാടി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ള പാവത്തിൽ. അപ്പോഴത്തേക്കും ദാസാറും അനുപമയും അവിടേക്ക് എത്താണ്. അപ്പോൾ അവരെ കാണുന്ന സമയത്ത് മഞ്ചാടി ദേഷ്യത്തിൽ അങ്ങ് അനുപമയോട് നോക്കുകയാണ് കേട്ടോ. ദാസാറും അനുപമയും കൂടി മഞ്ചാടിയുമായി ഇനി മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്.